morning. Okay. Okay. പത്തൊന്ന് പേരായിട്ടുള്ളല്ലോ. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ കുറവാണോ? ഓക്കെ, അപ്പൊ നമ്മള് ഫാർമസിയുടെ ലാസ്റ്റ് സെക്ഷൻ ആണല്ലേ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഏറ്റവും ചെറിയൊരു കുഞ്ഞു ടോപ്പിക് കൂടി ഉള്ളൂ. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അതിനുശേഷം ഞാനൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് നോക്കിയേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാ പ്രോബ്ലം ഓഫ് ഫാർമസി സർവീസസ് അല്ലെ, ഫാർമസി സർവീസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏതൊക്കെയാ? പിൻഫറേറ്റ്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, then carrying cost, destruction by insects and rats, then expiry drugs, shortage cost. Okay. ഇനി അപ്പൊ അത്രയാണ് നമ്മൾ അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ ബോക്സിലുള്ളത് പഠിച്ചു വെക്കാം കേട്ടോ. ഏതൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത് നോക്കി വെക്കാം. ഇനി ലാസ്റ്റ് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ എന്താണ്? അദ്ദേഹത്തിന്റെ ചുമതലകൾ, അദ്ദേഹത്തിന്റെ എന്താ ജോബ് എന്താണെന്നുള്ളതാണ് ലാസ്റ്റ് സെക്ഷനിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ഫസ്റ്റ് പോയിന്റ്, ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഇതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കണേ. തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡിസിഷൻ, തീരുമാനങ്ങൾ എന്ത് ചെയ്യുന്നു? നിറവേറ്റുന്നു. ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് ചെയ്യുന്നു? നിറവേറ്റുന്നു. അത് ചീഫ് ഫാർമസിസ്റ്റ് ആണ് അത് എന്താ പറയുക, അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, നിറവേറ്റുക. ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ദെൻ അടുത്ത നോക്കിയ സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഡിസ്പെൻസിംഗ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയാസ്. ഡിസ്പെൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെ, വിതരണം ചെയ്യുക. ഡിസ്പെൻസിംഗ് ഓഫ് ഡ്രഗ്സ്, മരുന്നുകൾ വിതരണം ചെയ്യുന്നു. പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയ. ഓരോ ഏരിയയിലേക്കും ഏരിയ തിരിച്ച് മരുന്നുകള്, ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസുകള്, കെമിക്കൽസ് ഇതെല്ലാം സെപ്പറേറ്റ് ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു? വിതരണം ചെയ്യുന്നു. Then third point, maintenance of accepted stock of emergency drugs and antidotes. കേട്ടിട്ടുണ്ടോ? ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത് ANTIDOTES. ആന്റിഡോട്ട്സ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും കേട്ടിട്ടുണ്ട്. സഫീർ എവിടെ മെസ്സേജ് ചെയ്തു. നമ്മള് എന്താ പറയാ, എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു കാര്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. മറുമരുന്ന് എന്ന് പറയും. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു സെന്റൻസ് എഴുതി വെച്ചോ കേട്ടോ. ആന്റിഡോട്ട്സ്, ANTIDOTES, മലയാളത്തില് മറുമരുന്ന്. ആന്റിഡോട്ട്സ്, എ മെഡിസിൻ taken or given to prevent a particular poison. അതായത് ഒരു പ്രത്യേക എന്തെങ്കിലും വിഷാംശമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മെഡിസിൻ ആണ് ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത്. മറുമരുന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ പറഞ്ഞേക്കുന്നത് മെയിൻ്റനൻസ് ഓഫ് അക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. അടിയന്തര മരുന്നുകൾ, എമർജൻസി ഡ്രഗ്സിന്റെയും അതുപോലെ
ആന്റിഡോട്ട്സ്, അതൊരു മെഡിസിൻ ആണ്, നമ്മൾ മറുമരുന്നായിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. അതിന്റെയൊക്കെ ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകൾ എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, പരിപാലിക്കുന്നു. Maintenance of accepted stock of emergency drugs and antidotes. Okay, അതിന്റെ ആ ഒരു സ്റ്റോക്കുകളൊക്കെ എന്ത് ചെയ്യുന്നു, അവർക്ക് ഇത്ര ഇതേ സ്റ്റോക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പൊ അത് ആവശ്യത്തിന് കൂടുതലൊന്നും ഓവർ സ്റ്റോക്കിംഗ് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകളുടെ ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകൾ എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അടുത്തത് ഡിസ്പെൻസിംഗ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. ഡിസ്പെൻസിംഗ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ്, നമ്മൾ പറഞ്ഞില്ലേ നാർക്കോട്ടിക് ഡ്രഗ്സ് പല ടൈപ്പ് ഡ്രഗ്സ് പറഞ്ഞപ്പോ അവിടെ നാർക്കോട്ടിക് ഡ്രഗ്സ് പറഞ്ഞതാണ് അല്ലെ. എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു നാർക്കോട്ടിക് ഡ്രഗ്സിന്? വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ, നാർക്കോട്ടിക് ഡ്രഗ്സ് ഏതൊക്കെ പഠിച്ചത്? മോർഫിൻ പഠിച്ചു, പെത്തഡിൻ, ബാർബിറ്റുറേറ്റ്സ്. അപ്പൊ അങ്ങനെ വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ എന്ത് ചെയ്യുന്നു, ഡിസ്പെൻസ് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. ഓക്കെ, ഡിസ്പെൻസിംഗ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് കണക്കെടുപ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഇനി അടുത്ത 5th പോയിന്റ്, ഡെസിഗ്നേഷൻ ഫോർ വേരിയസ് ഫ്ലൂയിഡ്സ്. ഡെസിഗ്നേഷൻ ഫോർ വേരിയസ് ഫ്ലൂയിഡ്സ്, അതായത് പലതരത്തിലുള്ള ഫ്ലൂയിഡ് ലെവല് ഫ്ലൂയിഡ്സ് അത് ലേബൽ ചെയ്ത് സൂക്ഷിക്കുന്നു. സ്ഥാനം അനുസരിച്ചിട്ട് തന്നെ എന്ത് ചെയ്തു, ഡെസിഗ്നേഷൻ ഓരോ പൊസിഷൻ, ഓരോ സ്ഥാനം അനുസരിച്ച് തന്നെ പലതരത്തിലുള്ള ഫ്ലൂയിഡ്സുകൾ ലേബൽ ചെയ്ത് സൂക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ് ഓഫ് യൂസ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മ പരിശോധന നടത്തുക. ഓക്കെ, സൂക്ഷ്മ പരിശോധന നടത്തുക. സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ് ഓഫ് യൂസ്, അതായത് അത് ഉപയോഗിക്കുന്ന ആ സ്ഥലത്ത് അതിന്റെ എന്താ പറയാ, ആ മരുന്നുകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്നു. ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളില് എന്ത് ചെയ്യുന്നു, ആ ഡ്രഗ്സിന്റെ സൂക്ഷ്മ പരിശോധന നടത്തുന്നു. സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ് ഓഫ് യൂസ്. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ഇൻഡെൻസ്, ഇഷ്യൂസ് ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. ഇതൊക്കെ പഠിച്ചതാണ്, നമ്മൾ ഇന്റന്റ് ഒക്കെ പഠിച്ചതല്ലേ. ഈ റെക്കോർഡുകൾ, ഫാർമസിയിലേക്ക് ഇരിക്കുന്ന റെക്കോർഡുകൾ നമ്മൾ പറഞ്ഞാണ് ഇന്റന്റ് രജിസ്റ്റർ ഒക്കെ അല്ലെ. സ്റ്റോക്ക് ലെവൽ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്റന്റ് ഇൻഡെക്സ് രജിസ്റ്റർ, ഇന്റന്റ് റെസിപ്റ്റ് വൗച്ചർ, ഓർഡർ കൊടുക്കാൻ. ഓക്കെ, ശരിയാണ്. അപ്പൊ നമുക്ക് ഇന്റന്റ്, പിന്നെ അതുപോലെ തന്നെ പ്രശ്നങ്ങൾ, ഇഷ്യൂസ്, റെസിപ്റ്റ് വൗച്ചർ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, തയ്യാറാക്കുന്നു. ഓർഡർ കൊടുക്കുന്നതിനെയാണ് കേട്ടോ ഇന്റന്റ് എന്ന് പറയുന്നത്. ഇന്റന്റ്, ഇഷ്യൂ ആൻഡ് റെസിപ്റ്റ് വൗച്ചർ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, തയ്യാറാക്കുന്നു. നെക്സ്റ്റ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോൾ, സ്റ്റോക്കുകൾ നിയന്ത്രിക്കുന്നു, ഇൻവെന്ററി നിയന്ത്രിക്കുന്നു. Then maintenance of stores, ledgers and records. സ്റ്റോർസുകള്, പിന്നെ അതുപോലെ ലെഡ്ജർ പഠിച്ചില്ലേ, വൗച്ചറിന്റെ ഡീറ്റെയിൽ അടങ്ങുന്ന റെക്കോർഡാണ് ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ റെക്കോർഡ്സ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, മെയിൻ്റെനൻസ് ചെയ്യുന്നു, എല്ലാം പരിപാലിക്കുന്നു, എല്ലാം കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. Then provision of alternate ഇലക്ട്രിസിറ്റി സപ്ലൈ, എന്തിനുള്ള വ്യവസ്ഥ ഉണ്ടാക്കുന്നു, ഇലക്ട്രിസിറ്റി എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യമുള്ള ഇലക്ട്രിക് സപ്ലൈ എന്ത് ചെയ്യുന്നു, അതിനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നു. പ്രൊവിഷൻ ഓഫ് ഓൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ. അടുത്തത് സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, സൂക്ഷ്മ പരിശോധന നടത്തുന്നു. ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി ഒക്കെ നിയന്ത്രിക്കുന്നു. സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റിയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മ പരിശോധന നടത്തുന്നു, ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റിന് എന്താ ടീച്ചിങ്, ട്രെയിനിങ്, ആവശ്യത്തിനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അവരെ പഠിപ്പിക്കുന്നു, പിന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. നെക്സ്റ്റ് നോക്കിയേ, പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട്സ് ഓഫ് ഫാർമസി.
പീരിയോഡിക് യൂട്ടിലൈസേഷൻ, അതായത് ഫാർമസിയുടെ ഒരു ആനുകാലിക റിപ്പോർട്ട്, പീരിയോഡിക് ആയിട്ട് ഒരു ആനുകാലിക റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും അതിൽ നമ്മൾ ഉൾപ്പെടുന്നതാണ്. പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി, ഒരു ഫാർമസിയുടെ ഒരു ആനുകാലിക റിപ്പോർട്ട് തയ്യാറാക്കുന്നു. Then patient education, ലാസ്റ്റ് പോയിന്റ് പേഷ്യൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് എന്നുള്ളതിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വേദന സംഹാരിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. മോർഫിനൊക്കെ നമ്മള് അത് വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഓക്കെ, ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കൺട്രോള്, ഫാർമസിയുടെ ഇൻവെന്ററി കാണിക്കുന്ന ആ റെക്കോർഡുകൾ, ഇൻവെന്ററി അത് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ്. അതായത് ഫാർമസിയുടെ സ്റ്റോക്ക് ലിസ്റ്റില് അനുസരിച്ച് എല്ലാ മെഡിസിൻസും ഒക്കെ അക്യുറേറ്റ് ആയിട്ട്, അധികം കുറവാവാനും പാടില്ല, അവിടെ ഓവർ സ്റ്റോക്കിങ് പാടില്ല. അതനുസരിച്ച് ആ ലിസ്റ്റ് അതിനനുസരിച്ചുള്ള ഡ്രഗ്സുകൾ കൺട്രോൾ ചെയ്യും. ഇൻവെന്ററി കൺട്രോൾ ഓർ സ്റ്റോക്ക് കൺട്രോൾ. ഓക്കെ, ശരിയാണ്. അവോയ്ഡ് എക്സസ് ഓഫ് ഷോർട്ടേജ്, എന്നാൽ കൂടുതലും പാടില്ല, അതിന് ഷോർട്ടേജ് വരാനും പാടില്ല. ഒരു മിനിമം അതിനകത്ത് വേണ്ട ലെവല് കൺട്രോൾ ചെയ്യാം. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ്, സ്റ്റോക്ക് കൺട്രോൾ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇത് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. അത്രയൊക്കെയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലെ ഫങ്ഷൻസ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഫങ്ഷൻസ്. പിന്നെ നമ്മൾ അതിനകത്ത് ഏതാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ എവിടെയാണെന്നുള്ളത് പറഞ്ഞു. ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നുള്ളത് പറഞ്ഞു. പിന്നെ റേഡിയോ ഐസോട്ടോപ്പ് അത് ആ ഒരു സെക്ഷൻ നമ്മൾ നോക്കി. പിന്നെ അതിനകത്ത് എക്യുപ്മെന്റ്സുകൾ നമ്മൾ അതൊക്കെ നോട്ട് ചെയ്തിട്ടതാണ് അല്ലെ. എക്യുപ്മെന്റ്സ് നീഡഡ് ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്, അതും നോക്കണം കേട്ടോ, എക്യുപ്മെന്റ്സുകൾ. പിന്നെ സ്റ്റാഫിങ്, ഇത് എന്തായാലും ചോദിക്കാറുണ്ട്, ഏതെങ്കിലും മാറി ചോദിക്കാറുണ്ട്. ഓരോ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റിന്റെ എണ്ണം അത് ചോദിക്കാറുണ്ട്. ആ ബോക്സ് ടിക്ക് ഇട്ട് വെക്കണം. പിന്നെ ഇതും ചോദിക്കാറുണ്ട്. ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിന്റെ താഴെ ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, അതിനകത്ത് മെമ്പേഴ്സ് ആരൊക്കെ, ഇൻക്ലൂഡ് ചെയ്യുന്നവർ ആരൊക്കെ. ഇപ്പൊ മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞ ആരാണ്, അതിനകത്ത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്, ചെയർമാൻ മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ്, മെമ്പേഴ്സ് എല്ലാ HODമാരും മെമ്പേഴ്സ് ആണ്. അപ്പൊ ആ ഒരു ഇതും നോക്കി വെക്കാം ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ. പിന്നെ അടുത്തത് അവിടെ ഫങ്ഷൻസ് ആണ്. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ്, അതും ഒന്ന് വായിച്ചു വെക്കുക. പോയിന്റ്സുകളാണ്, ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ അടുത്ത് ഹോസ്പിറ്റൽ ഫോർമുലറി, ഡ്രഗ് ലിസ്റ്റുമായിട്ട് അതും പോയിന്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ അടുത്തത് ഇന്റന്റിങ്ങില് നമ്മൾ ഫസ്റ്റ് ലൈൻ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് എ ക്ലിയർ ഹോസ്പിറ്റൽ ഫോർമുലറി ദാറ്റ് മേ കണ്ടെയ്ൻ 250 to 300 ഡ്രഗ്സ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ അടുത്ത സെക്ഷൻ നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത് ഏതാണ്, റെക്കോർഡ്സ് രജിസ്റ്റേഴ്സ്. അത് പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അടുത്ത പിൻ കാർഡിന്റെ ഒരു ഇതാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നതാണ്. പിന്നെ സ്റ്റോറേജുകൾ ഏതൊക്കെയാണ്, നാർക്കോട്ടിക് ഡ്രഗ്സിന് എക്സാമ്പിൾ ഏതാണ്, ഇത് കോൾഡ് സ്റ്റോറേജ്, ഇൻഫ്ലമബിള്, ജനറൽ ഡ്രഗ്സ്, ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കുക. പിന്നെ അതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആണ്. എക്സാം ഡേറ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ, ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്നിപ്പോ ഈ ഒരാഴ്ച നിങ്ങളുടെ ക്ലാസ് തീരും. ഇനിയിപ്പോ കുറച്ച് സെക്ഷനല്ലേ ഉള്ളൂ. നിഷ മാമിന്റെ നിങ്ങൾ എന്തോ ഒരു ഡൗട്ട് ചോദിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട് നാളെ ഒരു അരമണിക്കൂർ നിഷ മാം കയറുമായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തോടുകൂടി നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഇതിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ബാക്കി എങ്ങനെയാന്ന് വെച്ചാൽ നാളെ സമയം ഉണ്ടെങ്കിൽ, സമയം എടുത്തിട്ട് കുറച്ച് സമയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ചെയ്യാം കേട്ടോ.
അപ്പൊ അങ്ങനെ നാളെ നിഷാമാമിന്റെ കഴിയും, പിന്നെ ട്രീസാമാമിന്റെയും ആദിനാസിന്റെയും ഈ ഒരാഴ്ചയും കൊണ്ട് കഴിയുമെന്നാ പറഞ്ഞത്. അപ്പൊ വെനസ്ഡേ അല്ലേ ആയുള്ളൂ, 2 ദിവസം കൂടി ഉണ്ടല്ലോ. എന്തായാലും ഈ ഒരാഴ്ചയും കൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളില് എല്ലാം കഴിയും. പിന്നെ എക്സാം ആയിരിക്കും, അതിന്റെ ഡീറ്റെയിൽ ഇവിടുന്ന് തരും. ഓരോ പേപ്പർ ആയിരിക്കും എക്സാം. പേപ്പർ 1 ഒരു ദിവസം, പേപ്പർ 2 അങ്ങനെ ആയിരിക്കാം. എനിക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓരോ ബാച്ചിലും ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. എന്തായാലും പേപ്പർ 1ഉം പേപ്പർ 2ഉം എക്സാം ഉണ്ട്. അതിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്ന് നിങ്ങൾ അറിയിക്കും. ഓക്കെ, ഈ ആഴ്ചയും കൊണ്ട് നമ്മുടെ ചാപ്റ്ററുകൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ആകും. ഓക്കെ, നമ്മുടെ ഇന്നത്തോടുകൂടി ഈ ഒരു ലാസ്റ്റ് സെക്ഷനും കൂടി ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇതും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മെഡിക്കേഷൻ പ്രൊസീജിയർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതിനകത്ത് അടുത്തത് പിന്നെ അതിനകത്ത് ലാസ്റ്റ് പോയിന്റിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് പ്രത്യേകം ഇടുക. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ HIS. എന്തൊക്കെ കാര്യങ്ങൾ ഇന്റന്റ് തയ്യാറാക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് അത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഫിനാൻസും ഒന്ന് ഫണ്ടുകളൊക്കെ എന്താണെന്നുള്ളത് അതൊക്കെ നോക്കി വെക്കുക. പിന്നെ ലാസ്റ്റ് സെക്ഷൻ പ്രോബ്ലംസ് ഏതൊക്കെയാണ് അത് നോട്ട് ചെയ്തിടുക കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലം ഓഫ് ഫാർമസി സർവീസ്. പിന്നെ അടുത്തത് റോളാണ് ഇപ്പൊ പറഞ്ഞത്. ജസ്റ്റ് പോയിന്റ്സുകൾ ഒന്നും വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതാണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ എങ്ങനെയാ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതിയോ? ഇത് നോട്ട് ചെയ്തെടുക്കണോ? ഇനി കേട്ടാ പോലെ ഞാൻ വായിച്ച് ഓപ്ഷന് പറഞ്ഞു കഴിഞ്ഞ് ആൻസർ മതി അല്ലേ? യെസ്, ഓക്കെ. ഒരുവിധമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, പേപ്പർ 1 കേട്ടോ. പേപ്പർ 1 നമ്മൾ 2 ചാപ്റ്ററിൽ എടുത്തിട്ടുള്ളൂ. പേപ്പർ 1 ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി ആണ്. ഇൻട്രൊഡക്ഷനിൽ തന്ന മോക്ക് ടെസ്റ്റിൽ തന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പഠിക്കണം. എന്നുവെച്ചാൽ അതൊരു കുഞ്ഞു ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് 2ഓ 3ഓ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ തന്ന ക്വസ്റ്റ്യൻസും എല്ലാം പഠിക്കാം കേട്ടോ. ഇന്നത്തെ WHO എക്സ്പാൻഡഡ് ഫോം, പിന്നെ അതുപോലെ തന്നെ ഇത് ഡിറൈവ് ചെയ്തേക്കുന്നത് ഹോസ്പസ് എന്ന് പറഞ്ഞ ഇതാണ്. കുറച്ച് ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ, ഫസ്റ്റ് ഒരു ഷീറ്റ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതനുസരിച്ച് പഠിക്കാം ഇൻട്രൊഡക്ഷൻ. പിന്നെ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. ആ 2 ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേൾക്കാം. ഓപ്ഷൻ ഞാൻ വായിക്കാം കേട്ടോ. The English words hospitals, hostel, hotel, hospice are derived from the Latin word dash. Okay, very good. ഏതാണ്? Hospice. Hospice. എടുക്കണമെന്നില്ല, എല്ലാവർക്കും കിട്ടി. അറിയാത്തവര് ഇപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക. ഹോസ്പിറ്റല്, ഹോസ്റ്റല്, ഹോട്ടല്, ഹോസ്പിസ് എല്ലാം ഡിറൈവ് ചെയ്തേക്കുന്നത് ലാറ്റിൻ വേർഡ് ആണ്. ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഏതാണ് ആ വേർഡ്? ഹോസ്പസ് ആണ്. HOSPES, ഹോസ്പസ്. ക്ലിയർ ആണ് അല്ലെ? അടുത്തത്, ഹു ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? Who is the father of medicine? ഹിസ്റ്ററിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ്. ഓക്കെ, ഹിപ്പോക്രാറ്റ്സ് ഫാദർ ഓഫ് മെഡിസിൻ. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമ്മള് ഫാദർ ഓഫ് സർജറി, ഫാദർ ഓഫ് ആയുർവേദ, ഇതെല്ലാം നമ്മൾ നോക്കി വെക്കാം. അത് നിങ്ങളുടെ മോക്ക് ടെസ്റ്റിൽ തന്നെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകുക കേട്ടോ. ഇവിടെ ചോദിച്ചേക്കുന്നത് ഫാദർ ഓഫ് മെഡിസിൻ ആണ്. ഓപ്ഷൻ ചരക, സിസ്രുത, ഹിപ്പോക്രാറ്റസ്, സാമുവൽ ഹാനിമാൻ. ഇങ്ങനെ തന്നെയായിരുന്നു ഓപ്ഷൻ കൊടുത്തത്. ഹിപ്പോക്രാറ്റസ് ആണ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which period military and the slave hospitals existed? In which period? ഏത് പീരീഡ് ആണോ ചോദിച്ചേക്കണേ, ശ്രദ്ധിക്കാം. അക്ബേഴ്സ് പീരീഡ് ഉണ്ട്. ഓപ്ഷൻ ബിയില് അറബിക് പീരീഡ് ഉണ്ട്. ഓപ്ഷൻ സിയില് റോമൻ പീരീഡ് ഉണ്ട്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. ഏതായിരുന്നു? ഏത് പീരീഡിലാണ്? റോമൻ പീരീഡിലാണ് കേട്ടോ. In which period military and slave hospital existed? ഇതാണ് റോമൻ പീരീഡ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ആർക്കടെയും തെറ്റില്ലല്ലോ.
ഇപ്പൊ നമ്മൾ പറഞ്ഞു പോണ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ആർക്കും തെറ്റ് വരുമല്ലോ. പഠിക്കണല്ലേ ഒപ്പം ഒപ്പം തന്നെ പഠിച്ചു പോകുക കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഇതാണ് in which period military and the slave hospital existed. ഇതാണ് റോമൻ പീരീഡ്. കിട്ടിയല്ലോ, റോമൻ പീരീഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which is the first incorporated hospital in America? Which is the first incorporated hospital in America? ഇതാണ് ഓക്കെ. പെൻസിൽവേനിയ ഹോസ്പിറ്റൽസ്. ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, Pennsylvania Hospital. Pennsylvania Hospital. First incorporated hospital. Which is the first incorporated hospital? Pennsylvania Hospital. Okay. Answer. Next, the first hospital established by East India Company for soldiers in 1664 is at dash. The first hospital established എവിടെയാണെന്നാ ചോദിച്ചേക്കണേ. 1664 എവിടെയാണ്? ചെന്നൈ. വെരി ഗുഡ്, ചെന്നൈയിലാണ്. 1664 ചെന്നൈയിലാണ് ഫസ്റ്റ് ഹോസ്പിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ. In which of the following hospitals was Hammurabi's code existed? Hammurabi's code existed. ഏത് ഹോസ്പിറ്റൽസിലാണ്? ഗ്രീക്ക് ഹോസ്പിറ്റൽ, മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്, റോമൻ ഹോസ്പിറ്റൽസ്, അറബിക് ഹോസ്പിറ്റൽ. എവിടെയായിരുന്നു ഹമ്മറാബിസ് കോഡ്? മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ. ഓക്കെ, മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസിലായിരുന്നു ഹ്യൂമറാബിസ് കോഡ് എക്സിസ്റ്റ് ചെയ്തത്. ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യുന്ന നിയമം ഹ്യൂമറാബിസ് കോഡ് ആണ് അല്ലെ. ഹ്യൂമറാബിസ് കോഡ് മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം നമ്മൾ മോക്ക് ടെസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ലേ? നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെയാണ് ഒരുവിധം മോക്ക് ടെസ്റ്റിലേക്ക് ക്വസ്റ്റ്യൻസ് എടുത്ത് തന്നേക്കുന്നത്. The first recorded prescription came from dash. First recorded prescription. Okay, Sumer. SUMER എന്നുള്ളൂ കേട്ടോ. ഡബിൾ എം ഇല്ല കേട്ടോ സുമറിന്. SUMER. റോം ഉണ്ട്, സുമർ, ഗ്രീസ്, ഇന്ത്യ അങ്ങനെയായിരുന്നു. അവിടെ ഓപ്ഷൻ ഉണ്ട്. സ്പെല്ലിംഗ് നോക്കണ്ട. ഓൾറെഡി നിങ്ങൾക്ക് ആൻസറിൽ അവിടെ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻസ് ഉണ്ടല്ലോ. 4 ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്പെല്ലിംഗിലും മിസ്റ്റേക്ക് വരില്ല. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. സുമർ, SUMER. അത്രയും മതി, സുമർ. അടുത്തത് ഇവിടെ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, which was the rule for the practice of doctors? Which was the rule for the practice of doctors? ഡോക്ടേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ ഏത് റൂളാണ് ഉപയോഗിച്ചിരുന്നത്? മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റലുകളില് ഏത് റൂളാണ് നമ്മൾ പറഞ്ഞില്ലേ? ഹമ്മറാബിസ് കോഡ്. ഓക്കെ, തിരിച്ചു ചോദിച്ചേക്കോ ആണോ? ക്വസ്റ്റ്യൻ തന്നെ തിരിച്ച് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആൻസർ ഓൾറെഡി കിടക്കുന്നുണ്ട്. അവർക്ക് അത് നോക്കി തന്നെ ഇവിടെ എടുത്ത് എഴുതിയാൽ മതിയായിരുന്നു. ഹമ്മറാബിസ് കോഡ്. ഓക്കെ, ഹമ്മറാബിസ് കോഡ്. അപ്പൊ അത്രയാണ് നമുക്ക് ആ ഒരു പേപ്പർ 1-ല് നിങ്ങൾക്ക് ആ 2 ചാപ്റ്ററിനുമായിട്ട് ചോദിച്ചത്. നമ്മുടെ സെക്ഷൻ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ മോക്ക് ടെസ്റ്റിലിട്ട ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന. അതൊരു മോക്ക് ടെസ്റ്റ് ആരും ചെയ്യാതിരിക്കരുത്. അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ നമ്മുടെ നോട്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് പേപ്പർ 2 ആണ് കേട്ടോ. പേപ്പർ 2. Paper 2. In which dialysis the blood is purified inside your own body instead of using a dialyzer machine? Which dialysis is blood is purified inside your own body? നമ്മുടെ ബോഡി തന്നെ ഡയാലിസിസ് മെഷീന്റെ പകരമായിട്ട് ബോഡി തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് ഏതാണ്? പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെ. നമ്മൾ അബ്ഡോമൻ
വയറ്റിലേക്ക് നമ്മള് ഫ്ലൂയിഡ് നിറയ്ക്കുക ചെയ്യുന്നത് അല്ലെ. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ ഏത് ഡയാലിസിസിലാണ് ഡയാലിസിസ് മെഷീൻ ഇല്ലാതെ ബോഡിയുടെ ഉള്ളിൽ തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ഹീമോ ഡയാലിസിസ്, ഓപ്ഷൻ ബി പെരിറ്റോണിയൽ ഡയാലിസിസ്, ഓപ്ഷൻ സി CRRT, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് കേട്ടോ. ഇതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ബോഡിയുടെ ഉള്ളിൽ തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is included in the after effects of PD? Which of the following is included in the after effects of PD? പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ എഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, ബ്ലഡ് ലോസ് ഉണ്ട്, ഓപ്ഷൻ എ ആണ് കേട്ടോ, ബ്ലഡ് ലോസ്. ഓപ്ഷൻ ബിയില് മസ്കുലാർ സ്പാസം, ഓപ്ഷൻ സിയില് ഹെർണിയ, ഓപ്ഷൻ ഡി കൊടുത്തത് സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസൈറ്റ്. ഏതാണ് ഈ PD പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്ന ഏതാണ്? ഹെർണിയ. ഓക്കെ, വെരി ഗുഡ്, ഹെർണിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോർച്ചറി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ ദ ഡാഷ്. Performed by clinical autopsy is performed by dash. ഓപ്ഷൻ കൊടുത്തേക്കുന്നത് പത്തോളജിസ്റ്റ്, ഓപ്ഷൻ എ ഫോറൻസിക് എക്സ്പേർട്ട്, ഓപ്ഷൻ ബി, ഓപ്ഷൻ സിയില് റേഡിയോളജിസ്റ്റ്, ഓപ്ഷൻ ഡിയില് മോർട്ടീഷ്യൻ. അങ്ങനെയാണ് ഓപ്ഷൻ. ഇതാണ് പത്തോളജിസ്റ്റ് ആണ്. ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോംഡ് ബൈ പത്തോളജിസ്റ്റ്. ഓക്കെ, അടുത്തത് സെയിം അതിനകത്ത് തന്നെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡയഗ്നോസ് ദ ഡാഷ്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡയഗ്നോസ് ദ ഡാഷ്. ഓക്കെ, വെരി ഗുഡ്. എന്ത് ഡയഗ്നോസ് ചെയ്യാനാണ്? നമ്മുടെ ഡിസീസ്, എന്ത് രോഗം മൂലമാണ് മരിച്ചത്, അല്ലെങ്കിൽ ആ ആളുടെ മരണത്തിന് കാരണമായ രോഗം അല്ലെ, ഡിസീസ് എന്താണ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ഓക്കെ, ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡയഗ്നോസ് ദ ഡിസീസ്. ഓക്കെ, വെരി ഗുഡ്, diagnose the disease. Next question. ഇനിയാണ് ചോദിച്ചേക്കുന്നത്, which of the following is not the job responsibility of CSSD manager? മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയില് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അല്ലെങ്കിൽ വരാത്തത് ഏത്? നോട്ട് ദ job responsibility of a CSSD manager. ശ്രദ്ധിക്കുക കേട്ടോ. Displaying the sterilization process CSSD ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ഓപ്ഷൻ എയില് തന്നേക്കുന്ന ഫുള്ള് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട, ആൻസർ മാത്രം ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് മതി. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് മാത്രം ടൈപ്പ് ചെയ്ത് ചെയ്യാം കേട്ടോ. Displaying the sterilization process. ഓപ്ഷൻ ഡിയില് തന്നിരിക്കുന്ന help in the development and implement of the discharge plan. Help in the development and implementation of the discharge plans. Then അടുത്തത് ഓപ്ഷൻ സിയില് inventory management of supplies and consumables. Inventory management of supplies and consumables. Then option D supervising, guiding and training staff. Supervising. Okay, very good. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതിനർത്ഥം ബാക്കി എല്ലാം നമ്മൾ CSSD ആയിട്ട് റിലേറ്റ് ചെയ്ത് മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഡി അല്ല കേട്ടോ. സ്റ്റാഫുകളെ ഗൈഡ് ചെയ്യാന്നുള്ളതും CSSD മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വന്നതാണ്. കൺഫ്യൂസ്ഡ് ആവരുത്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്? ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റ് ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻ.
ഡെവലപ്പ് ചെയ്യാൻ നടപ്പിലാക്കുക എന്നുള്ളത് CSSD മാനേജറിന്റെ ഇതിന് വരുന്നതല്ല. സ്റ്റാഫുകൾക്ക് വേണ്ട സൂപ്പർവൈസർ ഗൈഡിങ് ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടത് മാനേജർ CSSD മാനേജറിന്റെ ഒരു ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഇനി ആർക്കും കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ചെയ്തത് മാറിപ്പോയി, സാരില്ല, നമ്മളിപ്പൊ തെറ്റിച്ച കുഴപ്പമില്ലല്ലോ, നമുക്ക് എക്സാമിന് തെറ്റിക്കാതിരുന്നാ പോരെ. അപ്പൊ ഇപ്പൊ കുഞ്ഞു തെറ്റുവരുമ്പോ ഇനി തെറ്റൂല്ലോ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇനി പാർക്കടയും തെറ്റൂടെന്തായാലും അല്ലെ. ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ് അത് CSSD ആയിട്ട് കറക്റ്റ് കിടക്കുന്നുണ്ട് അല്ലെ. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം CSSD. പിന്നെ അടുത്തത് നമ്മുടെ സപ്ലൈകളുടെയും കൺസ്യൂമേഴ്സ് ഉപഭോഗ വസ്തുക്കളുടെയും ഇൻവെന്ററി പട്ടിക കാര്യങ്ങൾ അദ്ദേഹം മാനേജർ അല്ലേ. അപ്പൊ അവിടുത്തെ ഓവറോൾ കാര്യങ്ങൾ നോക്കണം. ഇൻവെന്ററി മാനേജ്മെന്റും അദ്ദേഹത്തിന്റെ ജോബ് CSSD മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. പിന്നെ അടുത്ത എന്താ, അവിടുത്തെ സ്റ്റാഫുകളെ ഗൈഡ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക, അതും മാനേജറിന്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സ്ക്രീനിൽ കാണിക്കുമെന്നോ? ഞാനേ അവളുടെ എന്റെ കയ്യിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തുകൊണ്ടിരുന്ന അവിടെ നിന്ന് ഇതിലേക്ക് ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് കേൾക്കാൻ പോലെ നിങ്ങക്ക് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അറിയില്ലാത്തവര് നമ്മൾ പഠിച്ചാ പോണത്. എന്തായാലും ഇനി അത് തെറ്റിക്കൂല, ഉറപ്പല്ലേ? ഡിസ്ചാർജ് പ്ലാൻ ചെയ്യാന്നുള്ളത് CSSD മാനേജറിന്റെ ജോബിൽ വന്ന കാര്യമല്ല. അദ്ദേഹത്തിന് അതൊന്നും നോക്കണ്ട. ആരവിടെ അഡ്മിറ്റ് ആയാലും ഡിസ്ചാർജ് എങ്ങനെ ചെയ്യാത്തതൊന്നും അദ്ദേഹത്തിന് ബാധിക്കുന്ന കാര്യമല്ല. ഇതിന്റെ ഉള്ളിൽ എന്താ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് ഡിസ്പ്ലേ ചെയ്യുക, ഇൻവെന്ററി കൺട്രോൾ മാനേജ്മെന്റ് ചെയ്യുക, അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ട ട്രെയിനിങ്, ഗൈഡിങ്, സൂപ്പർവൈസ്, അത് മൂന്നും CSSD മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. വോയിസ് കട്ടാകുന്നുണ്ടോ വോയിസ്? ഇല്ല. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ ഏതാ ഡിസ്ചാർജ് പ്ലാൻ എന്നുള്ള കാര്യം ആരും അതിൽ എഴുതരുത്. അത് അദ്ദേഹത്തിന്റെ ജോബിൽ വന്ന അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. CSSD തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ് ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫോർ ഡാഷ്. ശ്രദ്ധിക്കുക, ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ്, പാക്കിംഗ് ചെയ്തു, സീലിംഗ് ചെയ്തു, ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫോർ, എങ്ങോട്ട് അടുത്തത് പോണേ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാനിവിടെ ഓപ്ഷൻ തരാം, ശ്രദ്ധിക്കാം. പാക്കിംഗ്, സീലിംഗ് കഴിഞ്ഞിട്ട് ഇൻസ്ട്രുമെന്റ്സ് എങ്ങോട്ടാ പോണേ? ട്രാൻസ്ഫേർഡ്. ഡിസ്ട്രിബ്യൂഷൻ ഏരിയ, സ്റ്റോറേജ് ഏരിയ, സ്റ്റെറിലൈസേഷൻ, നൺ ഓഫ് ദ എബോവ്. ഓക്കെ, നമ്മൾ പഠിച്ചില്ലേ? പാക്കിംഗ് ചെയ്തു, സീലിംഗ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് സ്റ്റെറിലൈസേഷൻ ആണ് അല്ലെ. സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പാക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് പിന്നെ ആ എക്യുപ്മെന്റ്സ് നേരെ കൈകൊണ്ട് എടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ വീണ്ടും അത് കണ്ടാമിനേറ്റഡ് ആകും. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റെറിലൈസേഷന് മുന്നേ എന്ത് ചെയ്യും? പാക്ക് ചെയ്യും, സീൽ ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് പാക്ക് ചെയ്തു, സീൽ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്നത് എങ്ങോട്ടാണ്? സ്റ്റെറിലൈസേഷനിലേക്കാണ്. അല്ല, സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് വേണ്ടേ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട്? പാക്കിംഗ് ചെയ്തു, സീലിംഗ് ചെയ്തു, നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സ്റ്റെറിലൈസേഷനിലേക്കാണ്. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ എഴുതിയിട്ടുണ്ട്, മോക്ക് ടെസ്റ്റിൽ ഉണ്ടാവും, ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, പാക്ക് ചെയ്തു, സീൽ ചെയ്തു, സ്റ്റെറിലൈസേഷൻ. ഓക്കെ അല്ലെ? പാക്ക് ചെയ്തു, സീൽ ചെയ്തു, സ്റ്റെറിലൈസേഷൻ. പാക്ക് ചെയ്തിട്ട്, സീൽ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഇതിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ആംബുലൻസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. In dash ambulance service, the cost of the ambulance transport should be by themselves or through their insurance company. ഏത് ആംബുലൻസ് സർവീസിലാണ് the cost of the ambulance transport should be by themselves or through their insurance company? Hospital funded service, charity funded service, government funded service, privately funded service. ഓപ്ഷന്റെ ഇത് മാത്രം ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ആ ഓപ്ഷൻ വായിക്കുകയാണെങ്കിൽ ആ ഡിന്ന് മാത്രം എഴുതിയാൽ മതി. ടൈപ്പ് ചെയ്യാനുള്ള സമയം അത്രയും
ബുദ്ധിമുട്ടണ്ട, എഴുതിയാലും മനസ്സിലാവുമല്ലോ. അപ്പൊ നമ്മള് എന്താ ചോദിച്ചത്, ഏത് ആ കോസ്റ്റ് അനുസരിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കോസ്റ്റ് അനുസരിച്ച് ആംബുലൻസ് സർവീസിന് നമ്മൾ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഫണ്ടഡ്, ഹോസ്പിറ്റൽ ഫണ്ടഡ്, ചാരിറ്റി ഫണ്ടഡ്, പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. അപ്പൊ അതിനകത്ത് ഇവിടെ ചോദിച്ചേക്കുന്നത് ഏത് ആംബുലൻസ് സർവീസിലാണ് ആംബുലൻസിന്റെ ട്രാൻസ്പോർട്ട് കോസ്റ്റ് നമ്മൾ തന്നെ അടയ്ക്കുന്നത്, ഓർ ഇൻഷുറൻസ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടിക്ക് നമ്മൾ പറഞ്ഞു അവരത് അഫോർഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അല്ലെ. ത്രൂ ദ ഇൻഷുറൻസ് കമ്പനി. ഇതാണ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. ഓക്കെ, ചാരിറ്റി ഫണ്ടഡില് നമുക്ക് വേറെ പൈസ കൊടുക്കണ്ട, ചാരിറ്റിക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്താൽ മതി എന്നല്ല പഠിച്ചത്. ഇത്ര രൂപ ഫ്രീ ആണ്, നമുക്ക് എന്തെങ്കിലും നമുക്ക് ഒരു സർവീസ് തരുമ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും പറ്റുന്ന കോൺട്രിബ്യൂഷൻ ചാരിറ്റിക്ക് കൊടുക്കാം. ഓക്കെ, ഗവൺമെന്റ് ഫണ്ടഡിലാണെങ്കിൽ നമ്മൾ കുറച്ച് പൈസ കുറവായിരിക്കും എന്നുള്ളൂ. ഹോസ്പിറ്റൽ ഫണ്ടഡില് ഈ പറഞ്ഞ പോലെ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ അത്രയും നാള് ഹോസ്പിറ്റലിൽ ഇത് പൈസ ഓൾറെഡി ആ പേഷ്യന്റ് കൊടുത്തില്ലേ, അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന നിലയിൽ ഫ്രീ ആയിട്ട് ബോഡി അവര് വീട്ടിലേക്ക് എത്തിക്കും. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംബൽ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് മെഡിക്കൽ എമർജൻസി. എമർജൻസി സിംബലുകൾ പഠിച്ചില്ലേ നമ്മള്, അതിനകത്ത് ഏതൊക്കെ സിംബലുകളാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്? യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് മെഡിക്കൽ എമർജൻസി. സിംബൽ ഞാൻ വായിക്കാം, അതിനകത്ത് ഉൾപ്പെടുന്നതാണോ നോക്കിയേ. സ്റ്റാർ ഓഫ് ലൈഫ്, സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, മാൾട്ടീസ് ക്രോസ്. ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദ എബോവ്. ഏത് സിംബലാ? സ്റ്റാർ ഓഫ്, ഓപ്ഷൻ ഡി. വെരി ഗുഡ്, 3 വരുന്നുണ്ടല്ലേ. സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, മാൾട്ടീസ് ക്രോസ്, ഓൾ ഓഫ് ദ എബോവ്. എല്ലാ സിംബലും വരുന്നതാണ് ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റേഡിയോളജി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Which of the following technique is used to observe fetus? നമ്മുടെ എംബ്രിയോ ഭ്രൂണം ഒബ്സർവ് ചെയ്യാൻ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജിംഗ് ടെക്നോളജി ഇതാണ്. ഇതാണ് അൾട്രാസൗണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു. ഓപ്ഷൻ എ തന്നെയായിരുന്നു നമ്മുടെ കറക്റ്റ് ആൻസർ. അൾട്രാസൗണ്ട് ഉണ്ടായിരുന്നു, CT സ്കാൻ ഉണ്ടായിരുന്നു, പിന്നെ അടുത്ത് എക്സ്റേ ഉണ്ടായിരുന്നു, MRI. ഇതിനകത്ത് പ്രത്യേകം നമ്മുടെ നോട്ടിൽ കറക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഫീറ്റസ് ഭ്രൂണം നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇമേജിംഗ് ടെക്നോളജി അൾട്രാസൗണ്ട് ആണ് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമേജിംഗ് ടെക്നോളജി ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് ഫീറ്റസ്? ഇതാണ് അൾട്രാ സൗണ്ട്. ക്ലിയർ അല്ലേ? അൾട്രാസൗണ്ട്. ഒരു റേഡിയേഷൻ ഒന്നും ഇല്ല, നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മുടെ കുട്ടിക്കൊന്നും വേറെ ദോഷമൊന്നും ഉണ്ടാവുന്നില്ല, വളരെ സേഫ് ആണ്, റേഡിയേഷൻ ഒന്നും ഇല്ലാത്ത ഇമേജിംഗ് ടെക്നോളജി അൾട്രാസൗണ്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കിയേ, പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ പഠിച്ചില്ലേ, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ശ്രദ്ധിച്ചു കേൾക്കുക. ഡാഷ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ as part of their diagnosis or treatment? Dash is the protection of patient. Options വായിക്കാൻ ഞാൻ. ഫസ്റ്റ് ഓപ്ഷൻ എയില് occupation radiation protection, ഓപ്ഷൻ ബിയില് medical radiation protection, ഓപ്ഷൻ സിയില് public radiation protection, ഓപ്ഷൻ ഡിയില് none of the above. ഇതാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലേ. ഏതാണ്? പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷനാ ചോദിച്ചേക്കുന്നേ. ഡാഷ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ ആസ് പാർട്ട് ഓഫ് ദ ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെന്റ്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. സ്റ്റാഫിന്റെ ആണെങ്കിലോ, റേഡിയോളജിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഏതായിരുന്നു വന്നത് അവിടെ? വെരി ഗുഡ്, ഒക്യുപേഷണൽ, അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഈ പബ്ലിക്കിന്റെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞത് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇത് കറക്റ്റ് കിട്ടി. ഡാഷ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്, പേഷ്യന്റിന്റെ മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ, പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വായിച്ച് അതിന്റെ ആൻസർ പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? ഒന്ന് റിവൈസ് ചെയ്ത് പോകാൻ പറ്റില്ലേ? എല്ലാ ചാപ്റ്ററിൽ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കടന്നു പോകാൻ പറ്റില്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ.
ഇനി അടുത്തത് ഒരു എക്സ്പാൻഡഡ് ഫോം ആട്ടോ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എന്ത് എക്സ്പാൻഡഡ് ഫോം കാണാത്തത്. എന്തായാലും 1 or 2 എക്സ്പാൻഡഡ് ഫോം നമ്മൾ ഒരു പേപ്പറിൽ പ്രതീക്ഷിക്കാം. ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും വേറെ ടീച്ചേഴ്സിന്റെ ആണെങ്കിലും നമ്മൾ മൊത്തത്തില് 1, 2 എക്സ്പാൻഡഡ് ഫോം എന്തായാലും ഉണ്ടാകും. ഇതിനകത്ത് ചോദിച്ചേക്കുന്ന എക്സ്പാൻഡഡ് ഫോം ആണ് IAEA എക്സ്പാൻഡ്. എക്സാമിന്റെ ടൈം ടേബിൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ അവിടെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് മാമിന്റെ അടുത്ത്. ഈ ഒരാഴ്ചയും കൊണ്ട് നമുക്ക് ടോപ്പിക് കഴിയും. ഈ ഫ്രൈഡേയുടെ ഉള്ളിൽ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയും. അപ്പൊ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല. അത് അറിയിച്ച് അതിന്റെ വേണ്ടപ്പെട്ടവര് നമുക്ക് ആ ഡേറ്റ് തന്നിട്ടില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അതിന്റെ ഇത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അപ്പൊ തന്നെ നമുക്ക് ഇവിടെ ഡേറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മെസ്സേജ് തരും കേട്ടോ. നിങ്ങൾ ഇതിനകത്ത് പറയും എക്സാം എത്രാം തീയതിയാണ് എന്നുള്ളത് തരും. ഓക്കെ, ഇവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ചേക്കണ IAEA. ഇനി നിങ്ങളിപ്പോ ഈ ഒരാഴ്ച കൊണ്ട് തീരുമല്ലോ. ഇനിയിപ്പോ എക്സാമിന്റെ ഡേറ്റ് നിങ്ങൾ നോക്കണ്ട, കുറച്ച് നിങ്ങൾ ഇരുന്ന് പഠിച്ചോട്ടോ. ഓരോ സെക്ഷനുകള് അല്ലെങ്കിൽ ഒരുമിച്ച് തലേദിവസമൊക്കെ ഇരുന്ന് പഠിക്കാൻ നിൽക്കണ്ട. നമ്മുടെ ഒരു വിധമൊക്കെ നിങ്ങൾ കവർ ചെയ്ത് പോയതല്ലേ. ടെൻഷൻ ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ ടെൻഷൻ എക്സാമിന്? ഉണ്ടോ കീർത്തന? എന്തിനാ? ലാസ്റ്റ് ഭാഗോ? ഉണ്ട്. ആരും ടെൻഷനൊന്നും അടിക്കണേ. ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അറിയില്ലാത്തത് ഉണ്ടോ നിങ്ങൾക്ക്? ചെറുതായിട്ടുണ്ട്. ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ടെൻഷൻ ഒന്നും വേണ്ടതേ. നല്ല സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി എന്ത് സിമ്പിൾ ഓപ്ഷനും ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ക്ലാസ്സിൽ കേട്ടൊരു ഓർമ്മ മാത്രം മതി നിങ്ങൾക്ക് എഴുതാനായിട്ട്. ശരിക്കും നല്ലോണം ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ കഴിഞ്ഞ ഇതുപോലെ തന്നെ HH5 കുട്ടികളാണെന്ന് തോന്നുന്നത് എക്സാമിന് അയ്യോ മിസ്സേ ഭയങ്കര ടെൻഷൻ എന്നൊക്കെ പറഞ്ഞു. അയ്യോ നിങ്ങൾ എന്തിനാ ടെൻഷൻ എടുക്കണേ? ആരും പേടിക്കണ്ട. ആ സ്റ്റഡി ലീവ് ഉണ്ടാവും. എത്ര ദിവസം ഉണ്ടെന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. കൊടുക്കാറുണ്ട്. പറഞ്ഞാൽ ഓരോ ബാച്ചിലും നമ്മളിപ്പോ കഴിഞ്ഞതുപോലെ നമുക്ക് ഇത്ര ദിവസം അങ്ങനെ കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇൻഫർമേഷൻ വന്നിട്ടില്ലെന്ന് കേട്ടോ. മാക്സിമം 2 ആഴ്ചയോ എന്തിനും അത്രയൊന്നും കിട്ടില്ല. 2 ആഴ്ച കിട്ടില്ല എന്തായാലും. പെട്ടെന്ന് കിട്ടും. സഫീർ ഇവിടെ മെസ്സേജ് എഴുതിയുണ്ട് ഓപ്ഷൻ കണ്ടാൽ പെട്ടെന്ന് കിട്ടും. ഇത്രയും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയോ? അതെ, ഞാൻ പറഞ്ഞോണ്ട് ഇത് പറഞ്ഞു എല്ലാം. HH5 കുട്ടികൾ ഇതുപോലെ മെസ്സേജ് ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ. അപ്പൊ എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? ഒരു ടെൻഷൻ വേണ്ട. എല്ലാവരും നല്ല കൂളായിട്ട് എക്സാം എഴുതി പോകുന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിപ്പോ ഒരു മിസ്സേ ഇത്രയും എളുപ്പമായിരുന്നു മിസ്സേ, നല്ല എളുപ്പമായിരുന്നു എക്സാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കമന്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ടെൻഷൻ അടിക്കേണ്ട, കുഴപ്പമില്ല. അതിനകത്തൊരു കുട്ടി പ്രത്യേകം എടുത്തു പറഞ്ഞു മിസ്സിന്റെ ക്ലാസ് മാത്രം കണ്ടോണ്ട് ഞാൻ എക്സാം എഴുതിയത്. എന്നിട്ട് 1 മാർക്ക് ആയിട്ട് ആ കുട്ടിയുടെ പോയിട്ടുള്ളൂ. അല്ലാതെ ഞാൻ നോട്ടും കൂടി വായിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. മിസ്സിന്റെ ക്ലാസ് ഞാൻ റെഗുലർ ആയിട്ട് കാണുമായിരുന്നു. അതും നമ്മുടെ ലൈവിൽ കയറുന്ന കുട്ടിയല്ല, റെക്കോർഡ് കറക്റ്റ് ആയിട്ട് കാണുന്ന കുട്ടിയായിരുന്നു. മിസ്സിന്റെ ക്ലാസ് കണ്ടിട്ട് മാത്രം ഞാൻ എക്സാം എഴുതിയതാണ്. എനിക്ക് 1 മാർക്ക് പോയുള്ളൂ. ആ കുട്ടി പ്രത്യേകം ഇവിടെ കമന്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ പിന്നെ നിങ്ങൾ ലൈവിൽ ഇരിക്കുന്നവർക്ക് എന്തായാലും എനിക്ക് ഉറപ്പാണ് ഇപ്പൊ നമ്മുടെ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. അതായത് ആരും പേടിക്കണ്ട കേട്ടോ. ഓക്കെ, എക്സാമിന്റെ ഡീറ്റെയിലൊക്കെ വഴിയെ നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് തന്നോളും. ഓക്കെ, ആ ഒരു സെക്ഷനിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ പറയാനുള്ള ഒരു ഇതില്ല. അതൊക്കെ ഇവിടെ ഓഫീസിൽ നിന്ന് നിൽക്കുക. അതിന് വേണ്ടപ്പെട്ട ആളുകളുണ്ട്. കറക്റ്റ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ തരും. ഡേറ്റ് കാര്യങ്ങളൊക്കെ തരും കേട്ടോ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാ ഇതിപ്പോ ഞാന് മോക്ക് ടെസ്റ്റിലെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. അതിനകത്ത് കൂടുതലും മോക്ക് ടെസ്റ്റിൽ നിന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. HH3 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. HH3 ഇട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അവർക്കിടെ എക്സാമിന്റെ ഏതാ മോഡൽ എക്സാമിന്റെ പേപ്പർ 1ഉം പേപ്പർ 2ഉം ആണ് ഞാനിപ്പോ എടുത്തോണ്ട് വന്നത്. ഓക്കെ, നോക്കാം. നമുക്ക് ബാക്കിത്തെയും കൂടി പെട്ടെന്ന് നോക്കാം. 16 അപ്പൊ എക്സ്പാൻഡഡ് ഫോം ആയിരുന്നു അവിടെ ചോദിച്ചത്. IAEA ഇതാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ബ്ലഡ് ബാങ്ക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് ബാങ്ക് ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഡാഷ് ഫ്ലോർ. ഏത് ഫ്ലോറിലായിരുന്നു? ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, വെരി ഗുഡ്. ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ബ്ലഡ് ബാങ്ക് നമ്മൾ പഠിച്ചത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഏറ്റവും അനുയോജ്യം ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. Which blood cell help in blood clotting?
ശ്രദ്ധിക്കുക, അത് എന്തായാലും ചോദിക്കൂ കേട്ടോ. അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ആ ഓരോ ബ്ലഡ് സെല്ലുകള് അതിന്റെ സയന്റിഫിക് നെയിമും നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ബ്ലഡ് സെൽ ഏതാണ്? RBC, പ്ലേറ്റ്ലെറ്റ്, WBC, പ്ലാസ്മ. ഏതാണ്? പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, വെരി ഗുഡ്. ബ്ലഡ് സെൽ ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന രക്തകോശം, ബ്ലഡ് സെല്ല്, പ്ലേറ്റ്ലെറ്റ്. Then, which blood type is known as universal recipient? ശ്രദ്ധിച്ചേ, ഇവിടെ ചോദിച്ചേക്കുന്ന ബ്ലഡ് ടൈപ്പ് ആണ്. ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്നാ ചോദിച്ചേക്കണേ. അപ്പൊ നമ്മൾ ഏതാ ബ്ലഡ് ടൈപ്പ് ആണ്? ഏതാണ്? AB നെഗറ്റീവ്, AB പോസിറ്റീവ്, O പോസിറ്റീവ്, O നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് ആണ്. ഓക്കെ, വെരി ഗുഡ്. AB പോസിറ്റീവ്. AB പോസിറ്റീവ് ആണ് കേട്ടോ. നമ്മളത് പഠിച്ചിട്ടുണ്ട്, രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ട്. യൂണിവേഴ്സൽ റെസിപ്പിയന്റും യൂണിവേഴ്സൽ ഡോണറും. ഏത് ബ്ലഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എടുത്ത് എഴുതണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. വിച്ച് ബ്ലഡ് ടൈപ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് എഴുതാം? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് AB പോസിറ്റീവ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സൽ ഡോണർ ഏത് ഗ്രൂപ്പാന്ന് ചോദിക്കുകയാണെങ്കിൽ, യൂണിവേഴ്സൽ ഗ്രൂപ്പ് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഏത് ഗ്രൂപ്പാന്നുള്ളത് എഴുതണം കേട്ടോ. ഗ്രൂപ്പ് മാത്രം എഴുതിയാൽ മതി. A ആണോ, B ആണോ, AB ആണോ, O ആണോ, ആ 4 ഗ്രൂപ്പുകളില്ലേ, അത് മാത്രം എഴുതാം. ബ്ലഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് എഴുതണം. AB പോസിറ്റീവ് എന്ന് തന്നെ എഴുതാം. ക്ലിയർ ആയോ? അതൊക്കെ നമ്മൾ പറഞ്ഞു പോയ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി അടുത്തത് hospital acquired infection എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. The word nosocomial is derived from the dash dash. The word nosocomial is derived from the dash. ഏതാണ്? ലാറ്റിൻ വേർഡ് ഏതായിരുന്നു? ലാറ്റിൻ വേർഡ് ഏതായിരുന്നു? മറന്നുപോയോ? നോസോകോമിയൽ. നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന ലാറ്റിൻ വേർഡ് ഏതാണ്? നോസോകോമിയോൾ. നോസോകോമിയോൾ. ഓക്കെ, നോസോകോമിയോൾ. ലാറ്റിൻ വേർഡ് നോസോകോമിയോൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. Dash is the test. Dash is a Dash is a test to view the airway and diagnose lung disease. Lung disease ആണ് കേട്ടോ ഇവിടെ ചോദിച്ചേക്കണേ. Dash is a test to view the airways and diagnose lung disease. Fluoroscopy, laparoscopy, biopsy, bronchoscopy. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ലങ്സുമായിട്ട് ബന്ധപ്പെട്ട ബ്രോങ്കസ് അല്ലെ, ബ്രോങ്കോസ്കോപ്പി. ഓപ്ഷൻ ഡി ആണ്. ശ്രദ്ധിക്കാം കേട്ടോ. Dash is a test to view the airway and diagnose the lung disease. Lungs എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ബ്രോങ്കസ് ആയിട്ട് റിലേറ്റ് ചെയ്തത് ബ്രോങ്കോസ്കോപ്പി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following not comes under option cubism? Okay, option വായിക്കാലോ. ഇപ്പൊ ഞാൻ വായിച്ചല്ലോ. ഓപ്ഷൻ എ ഫ്ലൂറോസ്കോപ്പി, ഓപ്ഷൻ ബി ലാപ്രോസ്കോപ്പി, ഓപ്ഷൻ സി ബയോപ്സി, ഓപ്ഷൻ ഡി ബ്രോങ്കോസ്കോപ്പി. ഇതാണ് ബ്രോങ്കോസ്കോപ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. Which of the following not comes under vector-borne transmission? Which of the following not comes under vector-borne transmission? Vector-borne transmission വരാത്തത്, അതിന്റെ കീഴിൽ വരാത്തത് ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഏതാ? മെഡിക്കേഷൻസ്, ഓപ്ഷൻ ബി ഫ്ലൈസ്, ഓപ്ഷൻ സി റാറ്റ്, ഓപ്ഷൻ ഡി മോസ്കിറ്റോ. എ ആണ് അല്ലെ. ബാക്കിയെല്ലാം ഏതാണ്? വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ ആണ്. ലിവിങ് ഓർഗാനിസം വഴി ആണ്. ഫ്ലൈസ്, റാറ്റ്, മോസ്കിറ്റോ ഒക്കെ. പിന്നെ അത് വരുന്ന മരുന്നുകൾ മെഡിക്കേഷൻ ആണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ വരാത്തത്, അതിന്റെ കീഴിൽ വരാത്തത്. ക്ലിയർ ആയില്ലേ? നോട്ട് കംസ് അണ്ടർ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ വരാത്തത് ഏതാണ്? മെഡിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following are the sources of infection in the hospital?
Which of the following are the sources of infection in the hospital? Hospital persons. Option B. Option A ആണ് hospital persons. Option B air. Option C vomiting contamination. Option D all of the above. Source of infection. എല്ലാം നമ്മൾ പഠിച്ചതല്ലേ? ബബിൾസിലാക്കി അല്ലേ? ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷൻ ഓരോ ബബിളും നമ്മൾ വായിച്ചു വെച്ചതാണ്. ഹോസ്പിറ്റൽ പേഴ്സൺസിൽ നിന്ന് വരാം, എയറിൽ നിന്ന് വരാം, വോമിറ്റിംഗ് കണ്ടാമിനേഷൻ. ഓപ്ഷൻ ഡി ആണ് എല്ലാം all of the above. അടുത്തത് ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following is included in the functions of dietary service? Dietary serviceന്റെ functionsൽ include ചെയ്യുന്നത് is include ചെയ്യുന്നത് ഏത്? അതാണ് ക്വസ്റ്റ്യൻ. Option A, organized preventive maintenance program for the equipment. Organized preventive maintenance program for the equipment. Option B, supply the best food at a consistent cost. Arrange. Option C, arrange and carry out. ഒന്ന് ശ്രദ്ധിച്ചേ, ബാക്കി ഓപ്ഷൻ കൂടി വായിക്കട്ടെ. പാർവതി ശ്രദ്ധിച്ചേ. ഇൻക്ലൂഡ് ചെയ്തത് ഏതെന്നാണോ? ഇൻക്ലൂഡ് ചെയ്തത് ഏത്? ഡയറ്ററി സർവീസിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ. ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്. അടുത്തത് സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. ടെക്സ്റ്റ് ഉണ്ടോ? ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നോക്കിയേ ഏതാ? ഒരാളുടെ ആൻസർ ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ആണ് മനസ്സിലായത്. ഏതാ? എല്ലാം വന്നില്ലേ? ഡയറ്ററിയിൽ നോക്കിയേ, ഡയറ്ററി സർവീസിന്റെ ഫങ്ഷൻസിൽ ഇല്ലേ നോക്കിയേ. ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്, സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്, അറേഞ്ച് and to carry out patient therapy, education and counseling. Okay, all of the above ആണ് കറക്റ്റ് ആൻസർ. എല്ലാ ഓപ്ഷനും ഡയറ്ററി സർവീസിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. Which diet is used after surgery? Which diet is used after surgery? ഏതാണ് നോക്കി. ഓപ്ഷൻ എ ഹൈ പ്രോട്ടീൻ ഡയറ്റ്. Option B, soft diet. Option C, low sodium diet. Then option D, none of the above. Okay, very good. എല്ലാവരും എഴുതി. സർജറി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ചിക്കൻ ബിരിയാണി ഒന്നും കഴിക്കാൻ പാടില്ല അല്ലെ? സോഫ്റ്റ് ഡയറ്റ് കഴിക്കാൻ പറ്റുള്ളൂ. സോഫ്റ്റ് ആയിട്ട് ബ്രെഡോ അന്നോ റെസ്കോ അങ്ങനെയുള്ള കുഞ്ഞു സംഭവങ്ങൾ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഡൈജഷനൊക്കെ എളുപ്പമുള്ള സോഫ്റ്റ് ഭക്ഷണമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ സർജറിക്ക് ശേഷം നമ്മൾ ചെയ്യുന്നത് ഏതാണ്? ഇവിടെ കൊടുക്കുന്ന ഡയറ്റ് സോഫ്റ്റ് ഡയറ്റ് ആണ്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഉണ്ടായിരുന്നു, സോഫ്റ്റ് ഡയറ്റ് ഉണ്ടായിരുന്നു, ലോ സോഡിയം ഡയറ്റ് ഉണ്ടായിരുന്നു. നൺ ഓഫ് ദ എബോവ്. അതിനകത്ത് സോഫ്റ്റ് ഡയറ്റ്. ഇനി മാറിപ്പോവല്ലോ. സർജറി, സോഫ്റ്റ് ഡയറ്റ്, രണ്ട് മെസ്സി തന്നെ തുടങ്ങണല്ലേ. ഓക്കെ, ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്ന ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആരും തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, അങ്ങനെ പഠിച്ചിട്ടില്ലേ? ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ വേഗം ആൻസർ ചെയ്യാൻ പാകത്തിന് പഠിച്ചോ? അല്ലെങ്കിൽ അന്നാലല്ലേ ഞാൻ പറയണേന്റെ കാര്യമുള്ളൂ. ഓക്കെയാണ് അല്ലെ? എല്ലാവരും ഓക്കെയാണ്. സർജറിക്ക് ശേഷം സോഫ്റ്റ് ഡയറ്റ്, സർജറി സോഫ്റ്റ് രണ്ടും എസ്സി തന്നെ ചെയ്യുന്നതാണ്. കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, ഇനി അടുത്തത് dash is used to check for the amount of oxygen in the blood. ബ്ലഡിലെ ഓക്സിജന്റെ എമൗണ്ട് ചെക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ എ ECG, ഓപ്ഷൻ ബി പൾസ് ഓക്സിമീറ്റർ, ഓപ്ഷൻ സി നെബുലൈസർ, ഓപ്ഷൻ ഡി BP മോണിറ്റർ. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, പൾസ് ഓക്സിമീറ്റർ. Pulse oximeter is used to check for the amount of oxygen in the blood. ഏതിലാ പഠിച്ചേ? ഏത് ചാപ്റ്ററിലാണ് പഠിച്ചത്? നമ്മള് ഓർക്കണ്ടോ? നോക്കട്ടെ, ഏത് ചാപ്റ്ററിലാണ് പൾസ് ഓക്സിമീറ്റർ പഠിച്ചേ? ഏതിലാണ് ആ ഡിവൈസുകൾ നമ്മൾ പഠിച്ചത്?
സഫീർക്ക് കിട്ടിയില്ലേ? ഏതോ ചാപ്റ്റർ ആണോ രശ്മി? വെന്റിലേറ്ററില് വെന്റിലേറ്ററിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? പിന്നെയോ വെരി ഗുഡ്. സനില ആംബുലൻസിൽ പഠിച്ചില്ലേ? ഓരോ ടൈപ്പ് എല്ലാം പഠിച്ചില്ലേ? സി ടൈപ്പ് ടി ടൈപ്പിലൊക്കെ പഠിച്ചപ്പോ ഡി ടൈപ്പ് എല്ലൊക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? പൾസ് ഓക്സിമീറ്റർ ഒക്കെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുത്തേണ്ട പൾസ് ഓക്സിമീറ്റർ അല്ലെ? ചെക്ക് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. മിക്കതിലുണ്ട് കേട്ടോ. ഇതിൽ മാത്രമല്ല, എവിടെ നിന്നാണെങ്കിലും നമ്മൾ കറക്റ്റ് ആൻസർ എഴുതാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ പഠിച്ചത് തന്നെ ഇപ്പൊ PPE തന്നെ നിങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പഠിച്ചില്ലേ അല്ലെ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നുള്ള എക്സ്പാൻഡഡ് ഫോം. ഇതിപ്പോ ഇതിനകത്ത് പറയുന്നത് വേറെയിലും ഉണ്ടാവും. എവിടെ പഠിച്ചാലും കുഴപ്പമില്ല, ആൻസർ കറക്റ്റ് ആക്കുക. ഡാഷ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? വിച്ച് ഡയറ്റിന്റെ ആണോ മോളെ? അതാണോ പറയണ്ടേ? ബ്ലഡോ? ബ്ലഡിൽ ഏതാ ഞാൻ ചോദിച്ചേ? ഈ ക്വസ്റ്റ്യൻ ആണോ? ഡാഷ് ഈസ് യൂസ്ഡ് ടു ചെക്ക് dash is used to check for the amount of oxygen in the blood. Dash is used to check for the amount of oxygen in the blood. ഏതാണ്? പൾസ് ഓക്സിമീറ്റർ. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തത് ECG ഉണ്ട്, ഓപ്ഷൻ ബിയില് പൾസ് ഓക്സിമീറ്റർ ഉണ്ട്, ഓപ്ഷൻ സിയില് നെബുലൈസർ ഉണ്ട്, ഓപ്ഷൻ ഡിയില് BP മോണിറ്റർ. ഓക്കെ, BP മോണിറ്റർ. അപ്പൊ അതിലെ ഏതായിരുന്നു കറക്റ്റ്? പൾസ് ഓക്സിമീറ്റർ. ഇനി മാറുമല്ലോ. ഡാഷ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ഏതാണ്? പൾസ് ഓക്സിമീറ്റർ. ഓക്കെ, അത്രയും. ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം, എന്നിട്ട് ബാക്കിയിട്ട് നാളെ ഞാന് ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് ഉണ്ട്. ഇഷാമാമിന് കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സമയം കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഞാൻ വന്ന് ഡിസ്കസ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയോ. മോസ്റ്റ് ഓഫ് ദ ആംബുലൻസ് സർവീസ് റിക്വയർഡ് അറ്റ്ലീസ്റ്റ് ഡാഷ് ക്രൂ മെമ്പേഴ്സ്. എത്ര മെമ്പേഴ്സ് വേണമെന്നാണ് നമ്മൾ പഠിച്ചത്? 1, 2, 5, 7. ഓക്കെ, വെരി ഗുഡ്. എത്ര ക്രൂ മെമ്പേഴ്സ് വേണം? അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ്. 2 ക്രൂ മെമ്പേഴ്സ് വേണം. ഒരാള് ഡ്രൈവ് ചെയ്യാൻ അല്ലെ? ഒരാള് ഡ്രൈവ് ചെയ്യാൻ, ഒരാള് പേഷ്യന്റിനെ നോക്കാനും. അങ്ങനെ എല്ലാ ആംബുലൻസിലും മോസ്റ്റ് ഓഫ് ദ ആംബുലൻസ് സർവീസ് റിക്വയർഡ് അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ്. 2 ക്രൂ മെമ്പേഴ്സ് വേണം. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ടുണ്ട്. എക്സാമിന് വീണ്ടും ഞാൻ പറയാണ് കേട്ടോ. ആരും ടെൻഷനൊന്നും അടിക്കേണ്ട, സമയമുണ്ട് പഠിക്കാൻ. ഇന്ന് തുടങ്ങി കുറച്ച് ഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു വെച്ചോ. ഓക്കെ, ഇനി എത്ര ദിവസം കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എത്ര ദിവസം നിങ്ങൾക്ക് സ്റ്റഡി ലീവായിട്ട് തരുമെന്നുള്ളത്. അപ്പൊ എന്താ പറയാ, ഇന്ന് തുടങ്ങി നിങ്ങൾ കുറച്ച് പഠിക്കുക കേട്ടോ. പഠിച്ചു വെച്ചു. സമയം കിട്ടുന്നതിന്റെ അനുസരിച്ച് ഒന്ന് റിവൈസ് ഒക്കെ ചെയ്ത് വെച്ചോ. നാളെ ഇനി ഞാൻ കയറുവാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇതുപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനിയിപ്പോ എനിക്ക് നാളെയും കൂടിയാണ് ക്ലാസ് ഉള്ളൂ. പിന്നെ നമ്മുടെ എക്സാം കഴിഞ്ഞിട്ടാണ് കേട്ടോ കാണുള്ളൂ. എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ഇനി കാണുള്ളൂ. ഈ ആഴ്ചയും കൂടി ഉള്ളൂ. 2 ആഴ്ചയും കൊണ്ട് നിങ്ങളുടെ എല്ലാ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററുകളും തീരും. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയാണ്, ആരും ടെൻഷൻ അടിക്കണ്ട, ഫ്രീ ആയിട്ട് ഇരിക്കുക. എക്സാം ഒക്കെ നല്ല എളുപ്പമായിരിക്കും. എല്ലാ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കണ്ട കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ പറ്റുകയാണെങ്കിൽ നാളെ സമയം ഉണ്ടെങ്കിൽ ഞാൻ അരമണിക്കൂർ കൂടി കയറാം, അല്ലെങ്കിൽ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. Okay.